ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പനീർ ബട്ടർ മസാലൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നമുക്ക് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പനീർ ബട്ടർ മസാല നമ്മൾ റെസ്റ്റോറൻറ്റ് അതേ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലാണ് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പനീർ ബട്ടർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് പനീർ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 2 സവാളയും അതുപോലെ തന്നെ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൽ ഒരു പാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പീസ്. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ഏലക്കയും ഒരു ഗ്രാമ്പും 2-3 പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സവാള ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇനി അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പനീർ ബട്ടർ മസാല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, പൂരിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2-2.5 സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 സ്പൂണോളാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും മതിയാവും മസാലപ്പൊടികൾ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് അടുപ്പ് വെച്ച് മൂടിയിട്ട് ഒരു 3 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിൽ ജാറിലിട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞിട്ട് വേണം മിക്സിയുടെ ജാറിലിടാൻ. അപ്പോൾ ഈ ഒരു സവാളയൊക്കെ നന്നായി തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ ഒരു പാന് ഞാൻ കഴുകിയിട്ടുണ്ട്. വീണ്ടും സ്റ്റവ് കത്തിച്ച് സ്റ്റൗവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പീസാണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഞാൻ ഗ്രാമ്പ്, പട്ട, ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, 1-2 പീസുകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നേരത്തെ വഴറ്റി വന്ന തക്കാളിയും സവാളയൊക്കെയാണിത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നേരത്തെ വേവിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. നമുക്കിതിലേക്ക് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പോളം പാല് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തത് മിൽമ പാലാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ നേരത്തെ അരപ്പ് പാർന്ന മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പനീർ ഇട്ടതിന് ശേഷം കൂടുതൽ ടൈം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊരു 2-3 മിനിറ്റ് അടുപ്പ് വെച്ച് മൂടിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ്, ഒരു ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തവർ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം കസൂരി മെത്തിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പനീർ ബട്ടർ മസാലയിൽ ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും ടേസ്റ്റിന് ഒരു കുറവില്ല, അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ ഒരുപാട് തവണ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു ടേസ്റ്റ് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.